നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാൻ പോവുകയാണ്. വിഷയം പണമാണ്. പക്ഷേ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. പുരാതന ഭാരതത്തിലെ ഒരു മഹാപ്രതിഭ ചാണക്യൻ, അദ്ദേഹം പണത്തെക്കുറിച്ചും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചും എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ആ നീതിശാസ്ത്രം ഇന്നത്തെ നമ്മുടെയൊക്കെ സാമ്പത്തിക ജീവിതത്തിൽ പ്രസക്തമാണോ? അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതെ, നമ്മൾ ഇതിനായിട്ട് പ്രധാനമായും നോക്കുന്നത് ചാണക്യനീതി, സമ്പത്തും വിനയവും എന്നൊരു ലേഖനമാണ്. ചാണക്യനെന്ന് കേൾക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ ഓർമ്മ വരും, അല്ലേ? രാഷ്ട്രതന്ത്രജ്ഞൻ, നയതന്ത്രജ്ഞൻ, പിന്നെ സാമ്പത്തിക വിദഗ്ധൻ, മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിലൊക്കെ പ്രധാന പങ്കുവഹിച്ച ആൾ. ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു സാധാരണക്കാരനെ ഒരു ചക്രവർത്തിയാക്കി മാറ്റിയ ആ ഒരു ബുദ്ധി. പക്ഷെ അതിലും വലിയൊരു കാര്യം, അല്ലേ? ഇത്രയധികം അധികാരവും സ്വാധീനവുമൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ജീവിച്ചത് വലിയ കൊട്ടാരത്തിലൊന്നുമല്ല, വളരെ സാധാരണമായ ഒരു കുടിലിലായിരുന്നു. അതെ, അത് തന്നെ അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ ആഴം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. തീർച്ചയായും. ആ ലാളിത്യം അതൊരു പ്രധാന പോയിന്റാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ സമ്പത്ത് എന്താണ്? അത് കൂടുതൽ പണമോ അധികാരമോ അല്ല, അത് സംതൃപ്തിയാണ്. സംതൃപ്തിയാണ് യഥാർത്ഥ സമ്പത്ത്. ആ ഒരു വാക്കിൽ എല്ലാമുണ്ട്. സംതൃപ്തി. ഇന്നത്തെ ഈ കൺസ്യൂമർ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് അത് ഓർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംഭാഷണത്തിന്റെ പ്രധാന ലക്ഷ്യം, ചാണക്യൻ പറയുന്നതനുസരിച്ച് ഒരു ധനികൻ പോലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദരിദ്രനായി പോകാം, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടാം. അതിനെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ലേഖനത്തിൽ പ്രധാനമായിട്ടും 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ ചിലപ്പോൾ ഇളകിയേക്കാം എന്നാണ് പറയുന്നത്. നമുക്കിതിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കിയാലോ? തീർച്ചയായും. ചാണക്യന്റെ ഉപദേശങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും വലിയ പ്രസക്തിയുണ്ട്. കാരണം പണം കൈകാര്യം ചെയ്യുക എന്നത് എപ്പോഴും മനുഷ്യനുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ലേഖനത്തിൽ പറയുന്ന 7 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെയാണ്. ഇവ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. അപ്പോ ഓരോന്നായിട്ട് എടുത്തു നോക്കാം, അല്ലേ? ശരി. അപ്പോൾ ആദ്യത്തെ കാര്യം, സമ്പത്ത് ശരിയായി ഉപയോഗിക്കുക. അതാണല്ലോ ലേഖനത്തിലെ ആദ്യത്തെ പോയിന്റ്. പണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നത്. എന്താണ് അതിൻ്റെ ഒരു കാതൽ? വളരെ ശരിയാണ്. ഇവിടെ ചാണക്യൻ പറയുന്നൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. പണം സമ്പാദിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് നിലനിർത്താൻ അതിലും കൂടുതൽ ശ്രദ്ധയും വിവേകവും വേണം. കിട്ടുന്ന പണം മുഴുവൻ വെറുതെ പാഴാക്കാനോ അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവാക്കാനോ ഉള്ളതല്ല. മറിച്ച് അത് ഒരുപക്ഷെ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ മോശം സമയങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കരുതണം. അമിതമായിട്ടുള്ള ഉപഭോഗം ദാരിദ്ര്യത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ലേഖനത്തിൽ ഒരു നല്ല ഉപമയുണ്ടല്ലേ? പണം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അത് വെള്ളം പോലെ കൈകളിൽ നിന്ന് ഒഴുകിപ്പോകും. നമ്മൾ കയ്യിൽ വെള്ളം കൂരിയാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മുഴുവൻ താഴെ പോകും. അതുപോലെ നിയന്ത്രണമില്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ പോകും. അതെ, കൃത്യം. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് സമ്പാദിക്കാനുള്ള കഴിവ് പോലെ തന്നെ പ്രധാനമാണ്. പണം കയ്യിൽ വരുമ്പോൾ അതെങ്ങനെ വിവേകത്തോടെ ഉപയോഗിക്കണം എന്നുള്ള അറിവ്, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കേ, അപ്പോൾ പണം സൂക്ഷിച്ചുപയോഗിക്കണം, അത് മനസ്സിലായി. എന്നാ പിന്നെ ദാനം ചെയ്യുന്ന കാര്യം, അതിനെപ്പറ്റി അദ്ദേഹം എന്ത് പറയുന്നു? നമ്മളൊക്കെ ദാനം ചെയ്യുന്നത് നല്ല കാര്യമെന്നാണല്ലോ കരുതുന്നത്. അതിനും നിയന്ത്രണം വേണോ? നല്ല ചോദ്യം. തീർച്ചയായും ദാനം ഒരു നല്ല കാര്യമാണ്, പുണ്യമാണ്. പക്ഷേ ചാണക്യൻ പറയുന്നത് അതിനും ഒരു അളവുണ്ട് എന്നാണ്. അളവറിഞ്ഞ് ദാനം ചെയ്യുക. നമ്മുടെ വരുമാനം എത്ര, നമ്മുടെ കഴിവെത്ര എന്നൊന്നും നോക്കാതെ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ വാരിക്കോരി കൊടുത്താൽ അത് സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. വരുമാനത്തേക്കാൾ കൂടുതൽ ദാനം ചെയ്താൽ അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കാം എന്നൊരു വാർണിംഗ് അദ്ദേഹം തരുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ സഹായിക്കണം, പക്ഷേ സ്വന്തം കാര്യം അപകടത്തിലാക്കിയിട്ടാവരുത്. ഒരു ബാലൻസ് വേണം. കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ ആവശ്യങ്ങൾക്കും ഭാവിക്കും വെക്കുക, വേറൊരു ഭാഗം വെച്ച് കഴിയും പോലെ സഹായിക്കുക. അതാണോ? കൃത്യമായി. ആ ബാലൻസ്, അതാണ് പ്രധാനം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം തീർച്ചയായും. പക്ഷേ അത് വിവേകത്തോടെ വേണം.
സ്വന്തം സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ഔദാര്യം അവസാനം ആർക്കും ഗുണം ചെയ്യില്ല. ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏതാണ്? അമിതമായ ചെലവ്. അതെ, മൂന്നാമത്തെ കാര്യം അത് തന്നെ. അമിത ചെലവ് ആപത്താണ്. എത്ര പണമുണ്ടാക്കിയാലും ചെലവാക്കുന്നതിനൊരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. കുബേരന്റെ സ്വത്തുണ്ടെങ്കിൽ പോലും ഒരു നിയന്ത്രണവുമില്ലാതെ ചെലവാക്കിയാൽ അധികം വൈകാതെ ദാരിദ്ര്യത്തിലാകും. അതാണ് ചാണക്യൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ അമിത ചെലവിന്റെ കാര്യം ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി പ്രസക്തമാണ് അല്ലേ? ഈ ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ വാങ്ങി പിന്നെ അടയ്ക്കാം എന്നൊക്കെയുള്ള സ്കീമുകളുമൊക്കെ വരുമ്പോൾ വരുമാനത്തെക്കാൾ ചെലവാക്കാൻ ഒരുപാട് എളുപ്പമാണ്. ചാണക്യൻ ഇതിനെങ്ങനെയായിരിക്കും അന്നത്തെ കാലത്ത് നോക്കിക്കണ്ടിട്ടുണ്ടാവുക? തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഉപദേശം കൂടുതൽ റിലവൻ്റ് ആണ്. ചാണക്യം അന്ന് പറഞ്ഞ ഒരു ഉപമയുണ്ട്. ഒരു പാത്രത്തിൽ കുറേ നാൾ വെള്ളം അനക്കാതെ വെച്ചാൽ അത് കെട്ടുപോകും, ഉപയോഗിക്കാൻ കൊള്ളാതെയാവും. അതുപോലെ സമ്പത്ത് ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കുറയും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പണം വെറുതെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അതിനൊരു ഫ്ലോ വേണം. രണ്ട്, ആ ഫ്ലോ നിയന്ത്രിതമായിരിക്കണം. അമിതമായി ചെലവാക്കിയാൽ അത് ആ പാത്രത്തിലെ വെള്ളം മുഴുവൻ കമിഴ്ത്തിക്കളയുന്നത് പോലെയാവും. ഓക്കെ, അപ്പോൾ സമ്പത്ത് ഉപയോഗിക്കണം, പക്ഷേ സൂക്ഷിച്ച് ബുദ്ധിയോടെ. ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം വാരി വലിച്ചു ചെലവാക്കിയാൽ ഉറപ്പായും പ്രശ്നമാകും. ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ, കഷ്ടകാലത്തേക്ക് കരുതുന്നത്. അതെ, നാലാമത്തെ കാര്യം അതാണ്. വെറുതെ ചിന്തിക്കാതെ പണം ചെലവാക്കരുത്. പ്രയാസമുള്ള ദിവസങ്ങൾ വരാം എന്നൊരു ബോധ്യത്തോടെ കുറച്ചു പണം കരുതണം. ജീവിതത്തിൽ എപ്പോഴും നല്ല കാലം മാത്രമായിരിക്കില്ലല്ലോ വരുന്നത്. ഇവിടെ ലേഖനത്തിലൊരു കാര്യം പറയുന്നുണ്ട്, അതെനിക്ക് കുറച്ച് കൗതുകം തോന്നി. കഷ്ടപ്പാട് വരുമ്പോൾ പോലും ഭാര്യയുടെ പണം ഉപയോഗിക്കരുത് എന്ന് ചാണക്യൻ പറയുന്നുണ്ടല്ലോ. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഭാര്യയുടെ പണം ഭർത്താവിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? അതൊരു ശ്രദ്ധേയമായ പോയിന്റാണ്. ഒരുപക്ഷെ അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഇന്നത്തെ പോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം കുറവായിരുന്ന കാലത്ത് പുരുഷൻ സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെയും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടതിന്റെയും പ്രാധാന്യം പറയാനാവാം അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. മറ്റൊരാളെ, അത് സ്വന്തം പങ്കാളിയാണെങ്കിൽ പോലും സാമ്പത്തികമായി ഒരുപാട് ആശ്രയിക്കുന്നതൊരു ശീലമാക്കരുത്. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ നേരിടാൻ സ്വന്തമായിട്ട് ഒരു കരുതൽ വേണം എന്നൊരു ശക്തമായ ആശയം അതിലുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ശരിയാണ്, ആ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി അതിന് ഊന്നൽ നൽകുന്നുണ്ട്. പങ്കാളികൾ തമ്മിൽ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷെ സ്വന്തമായൊരു കരുതൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്, ഒരു ആത്മവിശ്വാസം തരും. ഓക്കെ, ഇനി അഞ്ചാമത്തെ കാര്യം, ലക്ഷ്യബോധം. അതാണല്ലോ. അതെ, ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ചാണക്യൻ പറയുന്നത് കർമ്മം ചെയ്യാതെ, അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഫലം കിട്ടില്ല എന്നാണ്. പണമുണ്ടാക്കണമെങ്കിൽ അതിനൊരു വ്യക്തമായ ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കണം. വെറുതെ ഭാഗ്യം വരുമെന്ന് കരുതിയിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, പ്രവർത്തിക്കണം, അത്രേ ഉള്ളൂ. ബേസിക്കലി അതെ. എന്നാൽ ചാണക്യൻ അതിനോട് ചേർത്ത് വേറൊരു പ്രാക്ടിക്കൽ ടിപ്പ് കൂടി പറയുന്നുണ്ട്. നമ്മൾ എവിടെ ജീവിക്കണം എന്നതിനെക്കുറിച്ച്. ജോലി സാധ്യതയുള്ള സ്ഥലം, വിദ്യാഭ്യാസം നേടാൻ സൗകര്യമുള്ള സ്ഥലം, ആവശ്യത്തിന് ഡോക്ടർമാരുള്ള സ്ഥലം, നിയമം നേരെ ചൊവ്വേ നടക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളിടത്ത് ജീവിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്തരം അവസരങ്ങൾ ഉള്ളിടത്തെ മെച്ചപ്പെട്ട ജീവിതമുണ്ടാക്കാനും പണം സമ്പാദിക്കാനും എളുപ്പമുണ്ടാവും. ഇത് നമ്മൾ അവസരങ്ങൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകാനും അത് ഉപയോഗിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇനി ആറാമത്തെ കാര്യം, ഇതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. നല്ല പ്രവൃത്തികൾക്കായി പണം ഉപയോഗിക്കുക എന്നുള്ളത്. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണമുള്ളവർ അത് സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴും അത് വെറുതെ പൂട്ടിവെക്കാനുള്ളതല്ല, മറിച്ച് നല്ല കാര്യങ്ങൾക്കായിട്ട്, ഒരു പക്ഷേ സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ചാണക്യൻ പറയുന്നു. ഇവിടെയാണ് ഒരു രസകരമായ കാര്യം വരുന്നത്. എന്താണത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അളവ് വിട്ട് ദാനം ചെയ്താൽ ദാരിദ്ര്യം വരുമെന്ന്. എന്നാൽ ഇവിടെ ചാണക്യൻ പറയുന്നത്, നിങ്ങൾ നല്ല കാര്യങ്ങൾക്കായിട്ട്, സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾക്കായിട്ട് പണം ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ സമ്പത്ത് കുറയ്ക്കുകയല്ല, സത്യത്തിൽ അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. അതെങ്ങനെ? പണം ചെലവാക്കുമ്പോൾ കുറയുകയല്ലേ വേണ്ടത്? നേരിട്ട് നോക്കുമ്പോൾ അതെ,
പക്ഷേ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് എഫക്റ്റ് നോക്കൂ. നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് പണം ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരും ബഹുമാനവും ഉണ്ടാക്കിത്തരും. ആ ഒരു സൽപ്പേര് ചിലപ്പോൾ പുതിയ അവസരങ്ങളിലേക്ക്, പുതിയ ബന്ധങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. അത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് കൂട്ടും. ഇതിനെ ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാം. ചാണക്യൻ പറയുന്ന വേറൊരു കാര്യം, വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ പണം അതിന്റെ മൂല്യം കളയും, കെട്ടി നിൽക്കുന്ന വെള്ളം ചീത്തയാവുന്ന പോലെ. എന്നാൽ നല്ല കാര്യങ്ങളിലൂടെ അതിങ്ങനെ ഒഴുകുമ്പോൾ സമ്പത്തും സൽപ്പേരും ഒരുപോലെ കൂടും. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. വെറുതെ പൂട്ടിവെക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് ലോങ് ടേമിൽ ഗുണം ചെയ്യും. ശരി, ഇനി അവസാനത്തെ 7ാമത്തെ പോയിന്റ്. ഇത് ഒരുപക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉപദേശമായിരിക്കും. പണം വരുമ്പോൾ അഹങ്കരിക്കരുത്. തീർച്ചയായും. ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഇത് തന്നെയാവാം നടപ്പാക്കാൻ. ചാണക്യൻ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, സ്വന്തം പണത്തിന്റെ പേരിൽ അഹങ്കാരം പാടില്ല. എത്ര സമ്പാദിച്ചാലും സ്വഭാവത്തിൽ വിനയം വേണം. പണം കയ്യിൽ വരുമ്പോൾ പലരുടെയും ഒരു രീതി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പാടില്ല. എന്തുകൊണ്ടാണ് ഈ വിനയം ഇത്ര പ്രധാനമാവുന്നത്? അഹങ്കാരം എങ്ങനെയാണ് ഈ സമ്പത്തിനെ ബാധിക്കുക? ചാണക്യന്റെ വാക്കുകൾ തന്നെ എടുത്താൽ, അഹങ്കാരം കാരണം നിങ്ങളുടെ ബുദ്ധി മോശമാകും. ആ മോശമായ ബുദ്ധി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. അതുവഴി ഒരാളുടെ സമ്പത്ത് വളരെ പെട്ടെന്ന് നശിച്ചു പോകും. അഹങ്കാരം നമ്മുടെ ഒരു ചിന്തിക്കാനുള്ള കഴിവിനെയും വിവേകത്തെയും മറച്ചുകളയും. എനിക്കെല്ലാം അറിയാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊരു തോന്നൽ വരും. ഇത് യാഥാർത്ഥ്യബോധം കുറയ്ക്കും. തെറ്റായ ഇൻവെസ്റ്റ്മെന്റുകളിലേക്കോ അനാവശ്യമായ റിസ്കുകളിലേക്കോ അത് നമ്മളെ കൊണ്ടുപോകാം. അവസാനം അത് സമ്പത്തിന്റെ നാശത്തിലേക്ക് എത്തൂ. അതായത് പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാത്രം പോരാ, നമ്മുടെ മനോഭാവവും സ്വഭാവവും അതും പ്രധാനമാണ്. പണം വരുമ്പോൾ കൂടുതൽ വിനയമുള്ളവരാവുകയാണ് വേണ്ടത്, അല്ലാതെ അഹങ്കാരികളാവുകയല്ല. ഇത് നമ്മുടെ വ്യക്തിത്വത്തെയും സമ്പത്തിനെയും ഒരുപോലെ രക്ഷിക്കും. വളരെ ശരിയാണ്. സാമ്പത്തികമായ അച്ചടക്കവും വ്യക്തിപരമായ സ്വഭാവഗുണങ്ങളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടെന്ന് ചാണക്യൻ ഇതിലൂടെ പറയുന്നു. അപ്പോ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ, സമ്പത്ത് ശരിയായി ഉപയോഗിക്കുക, അളവറിഞ്ഞ് ദാനം ചെയ്യുക, ചെലവ് നിയന്ത്രിക്കുക, ഭാവിക്കായി കരുതുക, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക, പിന്നെ ഏറ്റവും പ്രധാനം വിനയം. ഇവയെല്ലാമാണ് ചാണക്യനീതി അനുസരിച്ച് സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം. ഈ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലെങ്കിൽ എത്ര വലിയ പണക്കാരനാണെങ്കിലും അടിതെറ്റാൻ സാധ്യതയുണ്ട്. അതെ, ഈ 7 തൂണുകളിലാണ് ആ ഒരു സാമ്പത്തിക ഭദ്രത നിൽക്കുന്നത് എന്ന് പറയാം. ഓരോന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, വിനയമില്ലെങ്കിൽ ശരിയായ തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോ അമിത ചെലവിലേക്കോ അല്ലെങ്കിൽ പണം തെറ്റായി ഉപയോഗിക്കുന്നതിലേക്കോ നയിക്കാം. ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ സമ്പാദിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് കാണണം. നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ സമ്പത്ത് സംതൃപ്തിയാണ് എന്ന്. അപ്പോൾ ഈ 7 നിയമങ്ങൾ പാലിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം തരുന്നതുപോലെ തന്നെ അവസാനം ഒരു മനസ്സമാധാനവും സംതൃപ്തിയും നേടാൻ സഹായിക്കുമോ? അതൊരു നല്ല ചിന്തയാണ്. തീർച്ചയായും അതിനൊരു സാധ്യതയുണ്ട്. കാരണം സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ, ആ ഒരു സ്ഥിരതയില്ലായ്മ, അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കും, അസംതൃപ്തി ഉണ്ടാക്കും. കടം, ഭാവിയെ പറ്റിയുള്ള പേടി, ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം കളയും. അപ്പൊ ചാണക്യന്റെ ഈ തത്വങ്ങൾ പാലിച്ച് ഒരു പരിധിവരെ സാമ്പത്തിക സ്ഥിരത കിട്ടിയാൽ അത് ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയോടെ മുന്നോട്ടു പോകാൻ സഹായിച്ചേക്കാം. പണം ഒരു ലക്ഷ്യമല്ല, അതൊരു ഉപകരണം മാത്രമാണ് എന്നൊരു തിരിച്ചറിവോടെ ഈ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് ഒരുപക്ഷേ ആ സംതൃപ്തി കിട്ടുക. ശരിയാണ്, പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ പണമില്ലായ്മ പലപ്പോഴും ദുരിതമാണ്. ആ ഒരു ബാലൻസ് കണ്ടെത്താൻ ഈ തത്വങ്ങൾ ഒരുപക്ഷെ സഹായിച്ചേക്കാം. തീർച്ചയായും. ഇനിയും നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സംസാരിച്ച ഈ 7 തത്വങ്ങളുണ്ടല്ലോ, ഇതിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? അതല്ലെങ്കിൽ ഇതിൽ ഏത് തത്വം പാലിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതെന്ന് തോന്നുന്നത്?
ചിലപ്പോൾ അത് അമിത ചെലവ് നിയന്ത്രിക്കുന്നതാവാം, അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ ആ ഒരു അളവ് കണ്ടെത്താനാവാം, ചിലപ്പോൾ പണം കയ്യിൽ വരുമ്പോൾ ആ വിനയം അത് വിട്ടുപോകാതിരിക്കാനാവാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ചാണക്യന്റെ ഈ കാലം കഴിഞ്ഞിട്ടും പ്രസക്തമായ ഉപദേശങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും.